നമസ്കാരം. രാജ്യത്തിൻ്റെ കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന കഴിഞ്ഞ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ PSLV ദൗത്യങ്ങൾ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. ആ ദുരൂഹതയുടെ കെട്ടഴിഞ്ഞിട്ടില്ല. സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഈ പരാജയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ISROയ്ക്ക് പുറത്ത് ഒരു വിദഗ്ധ സമിതിയെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിയോഗിച്ചിരിക്കുന്നു. അതിന് തൊട്ട് മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെ നേരിട്ട് തിരുവനന്തപുരത്തെ തുമ്പയിലെ ISRO കേന്ദ്രത്തിലെത്തി അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെ ISROയ്ക്ക് പിന്നാലെ മറ്റൊരു ഏജൻസി കൂടി അല്ലെങ്കിൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനം കൂടി സംശയത്തിൻ്റെ നിഴലിലാവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഭാരതത്തിൻ്റെ അഭിമാനം എന്നൊക്കെ ഒരു കാലത്ത് പറഞ്ഞിരുന്ന HAL ആണ്. കാരണം HAL ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ വരാൻ കാരണം തേജസ് യുദ്ധവിമാനങ്ങളുടെ തുടരെ ഉണ്ടായ അപകടമാണ്. ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് തേജസ് യുദ്ധവിമാനങ്ങളെല്ലാം താഴെ ഇറക്കാൻ താൽക്കാലികമായി തേജസ് പറപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് അനൗദ്യോഗികമായ റിപ്പോർട്ടുകളുണ്ട്. ഇത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് നടന്ന ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. 2 അപകടങ്ങൾ ഈ തേജസ് യുദ്ധവിമാനങ്ങൾ വരുത്തിവെച്ചു എന്ന കാര്യം നമുക്കറിയാം. അതായത് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ 2024 മാർച്ചിൽ ഒരു അപകടമുണ്ടായി. ആ അപകടത്തിൽ തേജസ് യുദ്ധവിമാനം തകരുന്നു. പക്ഷേ പൈലറ്റ് വളരെ സുരക്ഷിതമായി തന്നെ ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെടുന്നു. എന്നാൽ 2025 വീണ്ടും 2025 നവംബറിൽ ദുബായിലെ ഒരു എയർ ഷോയിൽ വെച്ച് വീണ്ടും ഒരു തേജസ് യുദ്ധവിമാനം കൂടി അപകടത്തിൽപ്പെടുന്നു. അന്ന് പൈലറ്റിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. പൈലറ്റ് ആ അപകടത്തിൽ മരണമടയുന്നു. 3ാമതൊരു അപകടം കൂടി നടന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് ഇന്ത്യയിലെ തന്നെ ഒരു അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വ്യോമതാവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തേജസ് വിമാനം അപകടത്തിൽപ്പെട്ടുവെന്നും പൈലറ്റ് സുരക്ഷിതനായി ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടു എന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ അപകടം നടന്നതോടുകൂടി തേജസ് വിമാനങ്ങൾ ഇനി പറപ്പിക്കേണ്ടതില്ല, എല്ലാ വിമാനങ്ങളും താഴെ ഇറക്കാൻ വ്യോമസേന ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ്. 31 തേജസ് MK-1 വിമാനങ്ങളാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. 2016 തേജസ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത്. തേജസ് യുദ്ധവിമാനത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് തദ്ദേശീയമായി നിർമ്മിക്കപ്പെടുന്ന യുദ്ധവിമാനമാണ്. എഞ്ചിൻ മാത്രമാണ് പുറത്തു നിന്നുള്ളത്. ബാക്കി എല്ലാ ഭാഗങ്ങളും ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന യുദ്ധവിമാനമാണ്. ആ യുദ്ധവിമാനത്തിനാണ് ഇപ്പോൾ 2016 മുതൽ ഇന്ന് വരെ 3 അപകടങ്ങളിലൂടെ ഇപ്പോൾ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം തദ്ദേശീയമായി നിർമ്മിക്കുക എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു നയമാണ്. അത്തരത്തിൽ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതുമാണ്. പക്ഷേ തേജസ് വിമാനങ്ങൾക്ക് എന്തുപറ്റി? തേജസ് വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. ഇന്ത്യൻ എയർഫോഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ വ്യോമസേന ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഡെലിവറി നടത്താൻ ഈ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് സാധിക്കുന്നില്ലയോ? മാത്രമല്ല തേജസ് യുദ്ധവിമാനങ്ങളുടെ ഓർഡർ വല്ലാതെ വൈകുകയും ചെയ്യുന്നു. 2025 ഇന്ത്യയുടെ വ്യോമസേന മേധാവി തന്നെ നേരിട്ട് കോപാകുലനായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയാണെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല എന്ന് HAL മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നതാണ്. കാരണം 97 യുദ്ധവിമാനങ്ങളാണ്, പുതിയ അപ്ഡേറ്റഡ് വേർഷനാണ് നിർമ്മിക്കാനുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നത്. അത് നിരന്തരം വൈകുകയാണ്. അതിൻ്റെ ഒരു ഘട്ടങ്ങളും സമയത്ത് നടക്കുന്നില്ല. ഇതിൽ ഇന്ത്യൻ എയർഫോഴ്സും വലിയ രീതിയിൽ നിരാശരുമാണ്. കേന്ദ്ര സർക്കാരും എല്ലാം നിരാശയിലുമാണ്. ഈ സാഹചര്യത്തിലാണ് ഈ തേജസ് യുദ്ധവിമാനങ്ങൾ താഴെ ഇറക്കാൻ തൽക്കാലം സ്വന്തമായി നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങൾ എന്ന ഒരു രീതി അല്ലെങ്കിൽ എന്ന ഒരു സ്വപ്നം മാറ്റിവെക്കാൻ തയ്യാറായത്. ഇപ്പോൾ ഇതാ സത്യത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് യുദ്ധവിമാനങ്ങളുടെ കുറവുണ്ട്. 42 സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങളാണ് യഥാർത്ഥത്തിൽ വേണ്ടിയുള്ളത്. പക്ഷേ നിലവിൽ ഇപ്പോൾ 29 സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. MiG-21 പിൻവലിക്കപ്പെട്ടിരിക്കുന്നു. ആ സ്ഥലത്താണ് തേജസ് യുദ്ധവിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേന കണ്ടിരുന്നത്. പക്ഷേ ആ വിമാനങ്ങൾക്ക് ഇപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല 118 റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉടനടി വാങ്ങാനുള്ള തീരുമാനം രാജ്യമെടുത്തതും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. എന്തായാലും സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തോടുകൂടി റാഫേൽ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടാൻ പോവുകയാണ്. എന്നിട്ടും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ അത് വിജയത്തിലെത്തിക്കാൻ HAL സാധിച്ചിട്ടില്ല
എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും വെറുതെ ഇരിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോഴുള്ളത്. ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് തീർച്ചയായും ഒരു അഴിച്ചുപണി HAL ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. HAL വിമാനങ്ങൾ, തേജസ് വിമാനങ്ങൾ വ്യോമസേന താഴെ ഇറക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കാനല്ല, മറിച്ച് തദ്ദേശീയമായി നിർമ്മിക്കപ്പെടുന്ന വിമാനങ്ങൾ എന്നത് ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ സ്വപ്നങ്ങളാണ്. സർക്കാർ അതുകൊണ്ട് തന്നെ ആ സ്വപ്നത്തിൽ ഉറച്ചു നിൽക്കും. എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അത് വന്നാലുടൻ HAL അടക്കം വലിയ പരിഷ്കാരങ്ങളും വലിയ അഴിച്ചുപണിയും ഉണ്ടാകാനും തേജസ് യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമെല്ലാം കൂടുതൽ വേഗത്തിലാക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.